തൃശ്ശൂർക്കാരുടെ ഒരു വലിയ സ്വപ്നം ഇന്ന് പോവാണിരിക്കുകയാണ്. നമ്മൾ ഇന്നുള്ളത് തൃശ്ശൂരിലെ ഏറ്റവും വലിയ മാളായിട്ടുള്ള ഹൈലൈറ്റ് മാളിലാണെന്നുള്ളത് കേട്ടോ. അപ്പൊ ഇന്ന് ഹൈലൈറ്റ് മാളിന്റെ ഇനോഗ്രേഷൻ ആയിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് ഇങ്ങനെ വീഡിയോ ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പൊ ഒരു അടിപൊളി, അതായത് തൃശ്ശൂരിലെ ഏറ്റവും തന്നെ വലിയ മാൾ എന്ന് വേണമെങ്കിൽ നമുക്കിങ്ങനെ പറയാം. ഏകദേശം 7 ലക്ഷം സ്ക്വയർ ഫീറ്റ് ആണ് ഇതിന്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത്. ഏകദേശം 4 ഏക്കറിലാണ് ഈ ഒരു മാൾ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. അതുപോലെ തന്നെ വിശാലമല്ല, തൃശ്ശൂർ തന്നെ ഏറ്റവും വലിയ മാൾ എന്ന് വേണമെങ്കിൽ നമുക്കിങ്ങനെ പറയാം. അപ്പോൾ അതിന്റെ ഇനോഗ്രേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ നമുക്ക് നേരെ ഉള്ളിൽ പോയിട്ട് എന്തൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ നോക്കാം. പ്രധാനമായിട്ടും ഇതിന് ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തിയേറ്റർ ഇടാം, മൾട്ടിപ്ലക്സ് 6 സ്ക്രീനോളം ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇതിനുള്ളിൽ പോയിട്ടുള്ള വിശേഷങ്ങൾ കാണാം. എന്തായാലും നമ്മുടെ തൃശ്ശൂർക്കാർക്ക് അഭിമാനിക്കുക. കാരണം ഇനി മാള് തപ്പി നമുക്ക് ലുലുവിലേക്ക് അല്ലെങ്കിൽ എടപ്പള്ളിക്കൊന്നും പോകണം, നമുക്ക് ധൈര്യമായിട്ട് ഇവിടെ തന്നെ വരാം. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ഉള്ളിലോട്ട് പോകാം. ഒരു കൊച്ചു എടപ്പള്ളിയായിട്ട് നമ്മുടെ തൃശ്ശൂർ കുട്ടനല്ലൂർ മാറാൻ പോവുകയാണെന്നൊക്കെ പറയാറ്. കാരണം അത്രയ്ക്കധികം ഏകദേശം 7 ലക്ഷത്തോളമാണ് സ്ക്വയർ ഫീറ്റ് ഇട്ട് അതിൻ്റെ ഒരു വലിപ്പം കാര്യങ്ങളൊക്കെ. അതുപോലെ 4 ഏക്കറിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നതും. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള സവിശേഷതകൾ നമ്മുടെ ഈ മാളിലുണ്ട്. അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത് നമ്മുടെ ലുലുവിൻ്റെ ഹൈപ്പർ മാർക്കറ്റാണ്. അപ്പോൾ അത് ഏറ്റവും അടിഭാഗത്തായിട്ടാണ് വരുന്നത്, നിങ്ങൾക്ക് കാണാം. അപ്പോൾ എന്തായാലും നമുക്ക് അടിയിൽ പോയിട്ട് അതിൻ്റെ വിശേഷങ്ങളോട് നോക്കാം. അപ്പോഴേ നമ്മൾ തൃശ്ശൂർക്കാരെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് ഈ ഒരു ഹൈപ്പർ മാർക്കറ്റിന് വേണ്ടിയായിരുന്നു വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ ഒരുപാട് പേര് ലുലു ഹൈപ്പർ മാർക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ എറണാകുളത്ത് എടപ്പള്ളിയിലൊക്കെ പോകാറുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ തൃശ്ശൂർ കുട്ടനല്ലൂർ തൊട്ടടുത്ത് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഹൈലൈറ്റ് നമുക്ക് പറഞ്ഞറിയിക്കേണ്ടതുണ്ട്. അപ്പൊ അത് ഹൈലൈറ്റ് മാളിന്റെ ഒരു വിജയം തന്നെയാണ്. കാരണം പൂരങ്ങളുടെ നാട്ടിൽ ഇതാ നമ്മുടെ ലുലു എത്തി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ ഒരു രീതിയിലാണ് ഇവിടുത്തെ നമ്മുടെ സാധാ ഹൈപ്പർ മാർക്കറ്റ് എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു ഹൈപ്പർ മാർക്കറ്റിന്റെ പ്രവർത്തനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് കാണാം. പഴയ നമ്മുടെ ലുലു കൊച്ചി എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവിടെ ഉള്ളത്. അപ്പൊ എന്തായാലും വരെ നിങ്ങൾക്ക് ഏറെ സംഘം വാങ്ങാൻ അടിച്ചു പൊളിക്കാം. അപ്പൊ നമ്മള് ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി നേരെ നമ്മൾ പോകുന്നത് നമ്മുടെ മുകളിലത്തെ നമ്മുടെ ഫുഡ് കോർട്ടിലേക്കാണ്. അവിടെ നല്ല വ്യൂ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്താണ് ഫുഡ് കോർട്ടിന്റെ കാഴ്ചകൾ എന്താണെന്നുള്ളത് നമുക്ക് കണ്ടുപോക്കാം. അപ്പൊ ലിഫ്റ്റ് ഉണ്ട്, അതിൽ പോവാട്ടോ. അപ്പൊ നമുക്ക് ലിഫ്റ്റില് നേരെ ഫുഡ് കോർട്ടിലേക്ക് പോവാം. എടപ്പള്ളിയിലെ ലുലു മാളിലെ നമ്മുടെ ഫുഡ് കോർട്ട് എങ്ങനെയാണോ അതുപോലത്തെ ഒരു ലെവലാണ് ഇവിടെ കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഒരുപാട് സ്പേസ് ഉണ്ട്, ഇഷ്ടം പോലെ പേർക്ക് വന്നിരുന്ന് ഫുഡ് കഴിക്കാം. നമ്മളൊക്കെ പതിവേ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലുലുന്ന് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഫുഡ് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ഇവിടെ വന്നിരുന്ന് കഴിക്കാറാണ് പതിവ് എടപ്പള്ളിയിലൊക്കെ പോകുമ്പോൾ. അപ്പോൾ അതേ സെയിം പരിപാടി നമ്മുടെ തൃശ്ശൂർ കുട്ടനല്ലൂർ വന്നിട്ടുണ്ട് കേട്ടോ. അത് കൂടാതെ തന്നെ ഒരുപാട് ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഒരുപാടെണ്ണം ഓപ്പണായി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വന്ന് കഴിക്കാവുന്ന ഒരുപാട് ഷോപ്പുകളുണ്ട്. അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഇവിടെ ഇനോഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവർക്കും ഫുഡ് കൊടുക്കുന്ന കേട്ടോ. അപ്പം ഞാനും ഗ്യാപ്പിൽ കയറി കുറച്ച് ഫുഡ് അങ്ങോട്ട് അടിച്ചിട്ടുണ്ട്. അതിൽ ഇഡ്ഡലി, പൂരി, അതുപോലെ തന്നെ മുട്ട പുഴുങ്ങിയത്, മുട്ട വറുത്തത്, അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ, കാട കോഴി, അതുപോലെ തന്നെ എന്തൊക്കെയാണ് കാട പൊരിച്ചത്, ചിക്കൻ വറുത്തത്, എല്ലാം ബീഫ്, എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു പ്ലേറ്റിൽ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം കുറച്ചെടുത്തിട്ട് ഞാൻ കഴിച്ചു. പിന്നെ നമ്മളെല്ലാവരെയും അട്രാക്റ്റ് ചെയ്യുന്ന മറ്റൊരു സ്ഥലമാണ് നമ്മുടെ ഈ ഫുഡ് കോർട്ടിനടുത്തുള്ള ഈ ഒരു വ്യൂ പോയിന്റ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ എറണാകുളം ഹൈവേ നമുക്ക് സുഖമായിട്ട് കാണാം. അതുപോലെ തന്നെ രാത്രി സമയത്തൊക്കെ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചാൽ അടിപൊളിയായിരിക്കും കേട്ടോ. ഏകദേശം തിയേറ്റർ പ്രവർത്തിക്കുന്നത് 11 മണി വരെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ സമയം വരെ നമ്മുടെ മാളും ഓപ്പൺ ആയിരിക്കും. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഫുഡൊക്കെ വാങ്ങിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിരുന്ന് കഴിക്കാം. എങ്ങനെയാണ് തിരക്കും കാര്യങ്ങളൊക്കെ ഇനി വരുന്ന ദിവസങ്ങളിൽ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയില്ല. അപ്പോൾ അത് നമുക്ക് വന്നു തന്നാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ മാളിൻ്റെ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ ഏകദേശം മാളിൻ്റെ മുകളിലൊക്കെ ആയിട്ടാണ് ഇപ്പോൾ നമുക്ക് അവിടെ ഓപ്പൺ ആയിട്ടില്ല. കാരണം കുട്ടനല്ലൂർ അമ്പലത്തിൻ്റെ ഗ്രൗണ്ടിലാണ് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ വണ്ടികൾ പാർക്കിങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വലിയത് ശരിയാവും. അതുപോലെ തന്നെ നമ്മുടെ 6 സ്ക്രീനോളുള്ള നമ്മുടെ മൾട്ടിപ്ലക്സ് തിയേറ്റർ അതും ഓപ്പൺ ആയിട്ടില്ല. അതും ഏകദേശം വരുന്ന ആഴ്ചകളിൽ ഓപ്പൺ ആവുമെന്നാണ് നമ്മൾ അറിഞ്ഞത് കേട്ടോ. ഏകദേശം 4 ഫ്ലോറോളം ഫുള്ള് കടകളും കാര്യങ്ങളൊക്കെയാണ്. ബ്രാൻഡ് ഷോപ്പുകളൊക്കെ ഒരുപാടുണ്ട്. അതൊക്കെ ഓപ്പണായി വരുന്നതുള്ളൂ. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനും അതുപോലെ മുതിർന്നവർക്ക് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഓപ്പണായി വരുന്നുണ്ട്. അത് ഇന്നും ഓപ്പൺ ആയിട്ടില്ല, അത് വഴി ഓപ്പണായി തന്നെ വന്നുകൊണ്ടിരിക്കും കേട്ടോ. എന്തായാലും നമ്മുടെ ന്യൂ ഇയർ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഒരുപാട് പരിപാടിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു ഹൈലൈറ്റ് മാളിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി മാളായിട്ട് നമ്മുടെ ഈ ഒരു ഹൈലൈറ്റ് മാൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് വരാം. നമ്മുടെ ഹൈലൈറ്റ് മാള് കുട്ടനല്ലൂർ, തൃശ്ശൂർ കുട്ടനല്ലൂരിനാണ് ഈ ഹൈലൈറ്റ് മാള് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഗംഭീരമായിട്ടുണ്ട്, ഒരു രക്ഷയില്ല എന്ന് വേണമെങ്കിൽ പറയാം. അത്യാവശ്യം നല്ല പാർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും മാള് വിസിറ്റ് ചെയ്യുക. അപ്പോൾ ഇനി നമുക്ക് തൃശ്ശൂർക്കാർക്ക് എറണാകുളം പോകണ്ടെന്നുള്ളൊരു വലിയ ഹൈലൈറ്റ് തന്നെ ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും വിസിറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കണം. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. ബൈ.